മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കൾ, ഇന്നേ ദിവസം വിശുദ്ധ മർക്കോസ് അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 10-ാം അധ്യായം 21-ഉം 22-ഉം വാക്യം. സെയിന്റ് മാർക്സ് ഗോസ്പൽ ചാപ്റ്റർ 10 verses 21 and 22. ഈശോ സ്നേഹപൂർവ്വം അവനെ കടാക്ഷിച്ചുകൊണ്ട് പറഞ്ഞു, നിനക്കൊരു കുറവുണ്ട്, പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, അപ്പോൾ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപം ഉണ്ടാകും. പിന്നെ വന്ന് എന്നെ അനുഗമിക്കൂ. ഈ വചനം കേട്ട് അവൻ വിഷാദിച്ച് സങ്കടത്തോടെ തിരിച്ചുപോയി. കാരണം അവന് വളരെയേറെ സമ്പത്തുണ്ടായിരുന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, പലപ്പോഴും നമ്മുടെ ഒരു മനസ്സിൽ കടന്നു വരാവുന്ന ചിന്തയാണ്, എനിക്ക് എന്തിന്റെ കുറവാണ്, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ കർത്താവിനെ അനുഗമിക്കുന്നു, പള്ളിയിൽ പോകുന്നുണ്ട്, കൂദാശകൾ സ്വീകരിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ചിന്തകളെല്ലാം നമ്മളെ ബാധിക്കും. എന്നാൽ ചില അഡിക്ഷൻസ് നമ്മളെ ബാധിക്കുന്നു. ഒരു മകളുടെ കാര്യം ഓർക്കുകയാണ്. അപ്പൻ മകളെ വിളിച്ചുകൊണ്ട് വരികയാണ്. അവൾക്ക് വേറെ കുഴപ്പമൊന്നുമില്ല, അല്പസമയം കിട്ടിയാൽ മൊബൈലിലേക്ക് ശ്രദ്ധയായി. ഒരു മൊബൈൽ അഡിക്ഷനാണ്, അതിൽ സമയം ചെലവഴിക്കും. അപ്പോൾ അപ്പൻ അമ്മ അവളെ തിരുത്തിയെങ്കിലും അവൾ പറഞ്ഞു, ഞാൻ പ്രായപൂർത്തിയായി, ഇനി എന്നെ നിങ്ങളാരും തിരുത്തേണ്ട ആവശ്യമില്ല, എനിക്ക് എന്നെ അറിയാം, നിങ്ങൾ നിങ്ങളുടെ വഴി നോക്ക്. അതുകൊണ്ട് അച്ഛോ ഇവളെ വിളിച്ചുകൊണ്ട് അച്ഛന്റെ അടുത്ത് വന്നത്. അച്ഛന് ഈ അവസരത്തിൽ പ്രത്യേകിച്ച് എന്താണ് പറയേണ്ടതെന്ന് മനസ്സിലായില്ല. എങ്കിലും അച്ഛൻ പറഞ്ഞു, ഒരു 2 ആഴ്ചക്കാലം നീ ഒന്ന് സ്വയം ചിന്തിച്ച് വചനം ധ്യാനിച്ച് ഒരുങ്ങി തിരിച്ചു വരിക, അപ്പോൾ നമുക്ക് സംസാരിക്കാം. അവളതിന് തയ്യാറായോ ഇല്ലയോ എന്ന് അറിഞ്ഞുകൂടെ. ഏതായാലും ശരിയച്ചു എന്ന് പറഞ്ഞ് അവൾ പോവുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, പലപ്പോഴും ഞാനും നിങ്ങളുമൊക്കെ ഐ ആം ഓക്കെ എന്നുള്ള ധാരണയിലാണ് മുന്നോട്ട് പോവുക. എന്നാൽ നിനക്കൊരു കുറവുണ്ട്. ഈശോ ഇതാ ധനവാനോട് പറയുകയാണ്. ആ കുറവ് എന്താണ് എന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നതാണ് രക്ഷയുടെ അനുഭവം. അത് മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കണം. അതിന് കർത്താവിന്റെ മുൻപിൽ കാത്തിരിക്കണം. നമുക്കെല്ലാം കുറവുകളുണ്ട്. ആത്മശോധന ചെയ്ത് കണ്ടുപിടിച്ച് അത് തിരുത്തി മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മൾ രക്ഷയുടെ മാർഗത്തിൽ എത്തിച്ചേരുക. അതിനെല്ലാവർക്കും കഴിയട്ടെ എന്ന് സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കും, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.